142 വർഷം മുൻപ് തലശ്ശേരിയിൽ മമ്പള്ളി ബാപ്പു നിർമ്മിച്ച ക്രിസ്മസ് കേക്ക് ചരിത്രത്തിന്റെ ഭാഗമാണെന്ന് ഗ്രാമിക ചാനൽ മാനേജിംഗ് ഡയറക്ടർ കെ രാജേഷ്. ആ കേക്കിന്റെ വാർഷികാഘോഷം വർഷങ്ങളായി തലശ്ശേരിയിൽ സംഘടിപ്പിച്ചുവരുന്ന മേരി മാതാ ചാരിറ്റബിൾ ട്രസ്റ്റും ചെയർമാൻ ഡോക്ടർ GS ഫ്രാൻസിസും ചരിത്രത്തിന്റെ പതാകവാഹകരാണെന്നും അതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തലശ്ശേരിയിൽ ക്രിസ്മസ് കേക്ക് നിർമ്മിച്ചതിന്റെ 142ാം വാർഷികാഘോഷം തലശ്ശേരി പ്രസ് ഫോറം ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ രാജേഷ്. ഇംഗ്ലണ്ടിൽ നിന്നും ഒരു കേക്ക് മമ്പള്ളി ബാബുവിനെ ഏൽപ്പിക്കുകയും ഇതേ മാതൃകയിലും രുചിയിലുമുള്ള ഒരു കേക്ക് ഉണ്ടാക്കി തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. മമ്പള്ളി ബാബുവിന് മുന്നേ ഇവിടെ ബേക്കറി ഫാക്ടറി നടത്തുന്നതാണ്. അദ്ദേഹം അന്നത്തെ കാലത്ത് തന്നെ മറ്റ് സ്ഥലങ്ങളിൽ ബർമയിലൊക്കെ പോയി ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന രീതികൾ പഠിച്ചു. നല്ല രീതിയിൽ ആ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു കേക്ക് ഇംഗ്ലണ്ടിൽ നിന്ന് ഈ ബ്രൗൺ കൊണ്ടുവന്ന് ഇദ്ദേഹത്തിന് കൊടുക്കുകയും ഇതേ രീതിയിൽ ഒരു കേക്ക് ഉണ്ടാക്കി തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അദ്ദേഹം തൊട്ടടുത്തുള്ള മാഹി പ്രദേശത്ത് അതിൻ്റെ ഉണ്ടാക്കാൻ പറ്റിയ കുറച്ച് അതിൻ്റെ എന്തെങ്കിലും ഒരു സ്പിരിറ്റ് പോലത്തെ കാര്യങ്ങളെല്ലാം അതിൽ ചരിത്രത്തിൽ പറയുന്നുണ്ട്. അവിടുന്ന് സംഘടിപ്പിക്കുകയും ഈ കേക്ക് ഉണ്ടാക്കുകയും ഈ പറയുന്ന ബ്രൗണിന് കൊടുക്കുകയും ചെയ്തു. ബ്രൗണിന് ആ കേക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ പറയുന്ന അയാൾ പറഞ്ഞ അതേ രീതിയിൽ രുചിയിലും ആ മാതൃകയിലും കേക്ക് ഉണ്ടാക്കി കൊടുത്ത് അദ്ദേഹത്തിന് കൊടുക്കുകയും അതിനുശേഷം നിരവധി ഓർഡർ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഈ പറയുന്ന ബാബുവിനെ ഏൽപ്പിച്ചു എന്നാണ് ചരിത്രത്തിലൂടെ പറയുന്നത്. ട്രസ്റ്റ് ചെയർമാൻ ഫാദർ ഡോക്ടർ GS ഫ്രാൻസിസ് അധ്യക്ഷനായി. തലശ്ശേരിക്ക് അഭിമാനമുള്ള 3 സീകളുടെ ഒരു സീ ഈ കേക്കാണ്, മമ്പള്ളി കേക്കാണ്. ആ കേക്കിനെയാണ് നാം ഇന്ന് ഓർക്കുന്നത്. ഓർക്കാതിരിക്കാൻ വയ്യല്ലോ. എന്താന്ന് വെച്ചാൽ കേക്കും 3 സീകളുടെ നാട് എന്നൊക്കെ നാം വീമ്പടിച്ചിട്ട് നാം പറയും. പക്ഷെ ആരും ഓർക്കുന്നില്ല. ചടങ്ങിൽ മമ്പള്ളി കുടുംബത്തിലെ മാറോളി മമ്പള്ളി കൽപ്പന, മമ്പള്ളി പ്രകാശ് എന്നിവരും കേക്ക് അനുഭവം പങ്കുവച്ചു. അങ്ങനെ ബ്രൗൺ സാഹിബ് ഒരു 10 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ ബാപ്പു കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. കേക്ക് രുചിച്ചതിന് ശേഷം എക്സലൻ്റ് എന്ന് പറഞ്ഞ് ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള കേക്കും ഓർഡർ ചെയ്തിട്ടാണ് പോയത്. അതിനുശേഷമാണ് കേരളത്തിലും ഇന്ത്യയിലൊട്ടാകെയും ക്രിസ്മസിൻ്റെ കേക്കോട് കൂടിയിട്ടുള്ള ആഘോഷം തുടങ്ങിയത്. അതിനൊരു ഇമ്പോർട്ടൻസ് ആണ് പറയാൻ. നമ്മള് കേക്ക് ബാപ്പു അപ്പം ചെയ്തത് ആ റെസിപ്പി ബ്ലൈൻഡ്ലി ഫോളോ ആക്കിയിട്ടില്ല. നമ്മളെ മലബാർത്തെ സ്പൈസീസും ലോക്കൽ ആൽക്കഹോൾ എല്ലാം യൂസ് ആക്കിയിട്ടാണ് ഉണ്ടാക്കിയത്. ഒരു ക്രിയേറ്റീവ് ട്വിസ്റ്റ് കൊടുത്ത് ഒരു ട്രഡീഷണൽ ബ്രിട്ടീഷ് റെസിപ്പീന്. സോ മർഡോക് ബ്രൗൺ ആക്ച്വലി പറഞ്ഞത് ഫ്രഞ്ച് വൈൻ യൂസ് ആക്കാൻ മാഹീന് വാങ്ങിയിട്ട് ബാപ്പു എന്ത് ചെയ്ത് ഇവിടുത്തെ ലോക്കൽ കാഷ്യൂ ആൻഡ് ഒരു പഴത്തിന്റെ അറാക്ക് കിട്ടുന്ന അത് ഉപയോഗിച്ചിട്ടാണ് കേക്ക് ആക്ച്വലി ഉണ്ടാക്കിയത്. പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ, നിയുക്ത കൗൺസിലർ കാരായി ചന്ദ്രശേഖരൻ, സെക്രട്ടറി അനീഷ് പാതിരിയാട്, ഗ്രാമിക റിപ്പോർട്ടർ N പ്രശാന്ത്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് P മോഹനൻ, പ്രസ് ഫോറം ട്രഷറർ N സിറാജി എന്നിവർ സംസാരിച്ചു. നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.